ലോക മലയാളത്തിൽ നിലവിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയാണ്. അപ്പോൾ ഫെമിനിറ്റി ഫാത്തിമ ഒരേ സമയം ക്രിട്ടിക്കലിയും കൊമേഴ്ഷ്യലിയും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നായികയെ വെച്ചുകൊണ്ടാണ് അവർ കഥ പറയുന്നത്. സിനിമയ്ക്കുള്ള സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷ വെക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാറ്റമുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ അല്ലേ? എന്നാൽ അത്രയും അങ്ങനെ വേണമെങ്കിലേ പറയുള്ളൂ. കാരണം ഈ ഫെസ്റ്റിവൽ ഇതിലൊക്കെ മാത്രമാണ് നമുക്ക് ഇത്തരം ഈ എന്താ പറയുക ഫെമിനിസത്തിൻ്റെ കുറച്ച് വർക്കുകൾ കാണാൻ സാധിക്കുക. നോർമലി ഉള്ള നമ്മുടെ ഒരു കമേഴ്ഷ്യലി ബിസിനസ്സിന് അത് പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അതിന് ആക്സെപ്റ്റൻസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ഇതിനൊരു മെയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇത് വരിക, ബിസിനസ് ആവുക. സോ കമേഴ്ഷ്യലി അതിലേക്ക് വരില്ല. അതിനകത്ത് ആൾക്കാർ ആരാധനപാത്രങ്ങളായിട്ട് കാണുന്ന അത്തരം ആരാധ്യ പുരുഷന്മാർ നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പം അതിനകത്തും കുറേ സ്ത്രീകൾക്ക് വർക്കുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. വരട്ടെ, പ്രോജക്റ്റുകൾ നടക്കട്ടെ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഭയങ്കര പുരുഷന്മാരെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു 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 ഫെമിനിസം ആ ലെവലിലേക്ക് കേരളത്തിലുള്ള ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ രണ്ടുപേരും ഈക്വലായിട്ട് ഇരിക്കണം എന്ന് ഉണ്ടെങ്കിൽ ആകാം ചില കാര്യങ്ങൾക്ക്. എല്ലാത്തിലും ഈക്വലും അതിൻ്റെ മെയിലും ആവുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യങ്ങൾ നടന്നു പോവുക, ഭംഗിയായിട്ടിരിക്കുക, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. അപ്പം അതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഭംഗിയെ കുറിച്ച് പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കുറിപ്പുകൾ വരും. സോന നായർ ഈ മാസികകളിലൊക്കെ വരയ്ക്കുന്ന സ്ത്രീകളെ പോലെ സൗന്ദര്യമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ. സ്വയം സൗന്ദര്യത്തിന് എത്ര മാർക്ക് കൊടുക്കും 10-ൽ? സ്വയം സൗന്ദര്യത്തിന് ഞാൻ പൊതുവേ അങ്ങനെ മാർക്ക് അങ്ങനെ കൊടുക്കാറില്ല. ആവറേജ് എന്തായാലും ഉണ്ട്, അത് ഉറപ്പാണ്. എബവ് ആവറേജ് ഒന്നും പറയാനില്ല. കാരണം സ്ത്രീ സൗന്ദര്യം ഇല്ലെങ്കിൽ അത്തരമൊരു സങ്കല്പങ്ങളൊക്കെ ഓരോ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്ക് പ്രത്യേകതകളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ലൈക്ക് ഇതാണ് സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിഷ്ണു എൻ്റെ ഒരു സൗന്ദര്യം ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു ചേച്ചിക്കോ ഓക്കെ ആണ്, നല്ല രസമാണെന്ന് പറഞ്ഞാൽ വേറൊരു വിഷ്ണു 2 എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ആളുടെ ഒരു സങ്കല്പത്തിൽ ആള് ചിലപ്പം ഇങ്ങനെ ഒരു പ്ലംബി ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ഭയങ്കര തിൻ 0 സൈസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംഭവങ്ങൾ നമുക്ക് പറയാനില്ല. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം ഇതൊക്കെയാണ്. ഫാഷൻ ഷോയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത്തരം ക്രൈറ്റീരിയകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമ്മ അല്ലാതെ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ട് സോന നായർക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ത്രീ ആരാ? സ്വന്തം അമ്മ അല്ലാതെ. അമ്മ എന്ന് പറയുമെന്ന് അറിയാമല്ലേ. അങ്ങനെ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അതെല്ലാം ഓരോന്നും എൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ വരുന്നതായിരിക്കാം. മേ ബി അവരുടെ ഉടലാണെങ്കിലും അവരുടെ കൈകാല് നീളമുള്ളതാണെങ്കിലും വിരലുകളുടെ നീളം, കണ്ണുകളുടെ ഭംഗി, ഫീച്ചേഴ്സിൻ്റെ ഭംഗി എല്ലാമായിരിക്കാം. അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ എൻ്റെ ജീവിതയാത്രകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബോഡി പോസിറ്റിവിറ്റിക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സമയമാണല്ലോ. അതായത് ഇന്ന ബോഡി സൈസ് വേണം അല്ലെങ്കിൽ ഇന്ന ബോഡി ടൈപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ഗ്ലാസ് മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് സൈസ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ കർവി ആയിട്ടുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് സൈസ് മോഡലുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അതാണ് ആക്സെപ്റ്റൻസ് പല രീതിയിലാണ് സൗന്ദര്യത്തിന്. നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ വരയിലൊക്കെ അത്തരം ഒരു കർവി ടൈപ്പാണ്. അങ്ങനെയല്ല, ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പം ഭയങ്കര കർവി ആകണ്ട, ഭയങ്കര തിൻ സൈസായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് അത്തരമൊരു സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എനിക്കിഷ്ടമില്ല. മീൻസ് അങ്ങനെ ഇതിനകത്തൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലങ്ങളായി നമ്മൾ എഴുതി വായിച്ചിട്ടുള്ള അത് തന്നെ. ദേവിക്കൊക്കെ നമുക്കൊരു സ്ത്രീ സങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ദേവിയുടെ ഒരു ദേവിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പും അതിൻ്റെ ഉടയാടകളും ഒക്കെയാണ്
ഒരു ഇതൊരു സ്ത്രീ എന്നുള്ള തോന്നുന്നത്. അപ്പം അത്തരം രീതികളിലാണ് ഈ പല മാഗസീൻസിലൊക്കെ വരച്ച് വരുന്നതും പണ്ട് കവികൾ വർണ്ണിച്ചിരുന്നതും. ആ ഒരു സൗന്ദര്യ സങ്കല്പം തന്നെയാണ് എനിക്കല്ല ഞാൻ മറ്റുള്ളവരിൽ നല്ല അങ്ങനത്തെ ഉള്ളൊരു ഇതായിട്ടുള്ള കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്, സുന്ദരികളായ ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കരുണ സിനിമയൊക്കെ വിചാരിക്കുക, കുമാരനാശന്റെ കരുണ. അപ്പൊ അതിൽ വാസവദത്തയുണ്ട്. വാസവദത്ത ഈ രീതിയിലൊക്കെ അന്ന നടയൊക്കെ ഉള്ള ദേവി രൂപമൊക്കെ ഉള്ള, പക്ഷെ വാസവദത്ത തൊഴില് വേറെ ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു റോളിലേക്ക് സോന നായർ ശ്രമിക്കുകയാണ്, ഉപഭോക്തനായിട്ട് വേറൊരു ആക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കിപ്പോ അത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് മടി. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ടല്ലേ. വാസവദത്ത അല്ല, വാസവദത്തയുടെ രൂപമല്ല, സ്വഭാവ പെരുമാറ്റം. പിന്നെ വേറെ സിനിമകളിലൊക്കെ അതേ കിടപിടിച്ച് അതിൽ നന്നായിട്ടുണ്ടല്ലോ സോന, അപ്പൊ ഇതിൽ നന്നായി ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആൾക്കാർ വർക്കിന് വിളിക്കുമ്പോൾ നമുക്ക് ഓക്കെ നല്ലതായിരിക്കും, നല്ല കഥാപാത്രമല്ലേ ചെയ്യാം എന്ന്. അപ്പോൾ അതൊരു തുടർച്ച ആയിപ്പോവും. അത്തരം തുടർച്ചയ്ക്ക് ഇനി ഒരു വാസവദത്തയ്ക്ക് സൗന്ദര്യമുള്ള വാസവദത്ത അത് ഓക്കെ, പക്ഷെ ആ തൊഴിലുള്ള വാസവദത്തെ പറ്റില്ല. കാരണം അത് പറ്റില്ല. അത് നമുക്ക് അങ്ങനെ എന്താ വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. ആ ഒരു സോൺ കുറച്ച് ഓവർഡു ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ റോളുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഭയങ്കര സഭ്യമായിട്ടുള്ള, ഞാൻ അങ്ങനെ ഒന്നും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കാരണം അതും ഒരു എന്താ പറയാ, അത് അത്രയും സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ അത്രയും സൗന്ദര്യമുള്ള വ്യക്തികളെയാണ് ഈ സോക്കോൾഡ് പറഞ്ഞ വാസവദത്തെ വിചാരിക്കുന്ന ആ മനസ്സുകളാണ് ഇത്തരം കഥാപാത്രങ്ങൾ എഴുതി വരുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് അത്തരം ഒരു വാസവദത്തായിട്ട് വിളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ ഭയങ്കര പ്ലസ് അല്ലേ. നമ്മള് അത്രയ്ക്ക് നല്ല, അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കില്ലേ അത്രയും ലുക്കാണ്. പക്ഷെ നമുക്കത് മറ്റൊരു രീതി, പിന്നെയും അതേ വർക്കാണോ അതേ റൂട്ടാണോ പിടിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് കുറച്ച് സഭ്യമായി ഒരു നടൻ, വേറൊരു നടൻ പോലെ ഒരു സഭ്യമായി ചെയ്യുന്ന അത്തരം ഒരു വാസവദത്ത ആണെങ്കിൽ ഓക്കെയാണ്. അതിനൊരു കഥ വേണം, അല്ലെങ്കിൽ വാസവദത്തയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് ഇങ്ങനെയായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നുള്ളത്. എസ്തെറ്റിക്കലി പ്രാധാന്യം ഉണ്ടാവണം. ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ സ്കിൻ ഷോയ്ക്കും മറ്റ് പല ഷോയ്ക്കും ഒക്കെ ഈ വാസവദത്തെ തിയേറ്ററിൽ പൈസ കൊടുത്ത് വന്ന് കാണേണ്ട കാര്യമില്ലല്ലോ ഈ യുഗത്തില്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രോമിനൻസ്, ഒരു സോന നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി വാസവദത്തായിട്ട് വന്നാൽ കഥ കണ്ടിറങ്ങുന്നവർക്ക് അത് എപ്പോഴും ഇങ്ങനെ താലോലിക്കാനുള്ള ഒരു ഇതായിരിക്കണം. ദാറ്റ് മീൻസ് അത്ര പവർഫുൾ ആയിട്ടുള്ള വർക്കായിരിക്കണം, അതിനകത്ത് കഥ ഉണ്ടാവണം, ചെയ്യാനുള്ള നമുക്ക് കഥ ചെയ്യാനുള്ള. ഇപ്പോൾ ആളുകൾ സമീപിക്കുകയാണ്, ഒരു 40+ ഉള്ളൊരു ലേഡിയുടെ പ്രണയം. ഒരു ടീച്ചറാണ്, അവരൊരു സിംഗിൾ മദറാണ്, ഒരു ടീച്ചറാണ്, അങ്ങനെയൊക്കെ ഒരാളെ സമീപിക്കുകയാണെന്ന് വിചാരിച്ചോ? അങ്ങനത്തെ സ്റ്റോറീസിനൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണോ ചെയ്യാൻ, സിനിമ ചെയ്യാൻ? പിന്നെന്താ, നല്ലതല്ലേ അത്. സിംഗിൾ മദറാണ്, പിന്നെ ഒരു പ്രണയമുണ്ടാകാം. ഇപ്പൊ 40 കഴിഞ്ഞു 50 കഴിഞ്ഞു സ്ത്രീക്ക് പ്രണയം ഉണ്ടാവില്ലേ? ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ അങ്ങനെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു പ്രണയം അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ഒരു രീതിയിലാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ടോ ഇപ്പൊ നിലവിൽ? ഡ്രീം റോൾ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നല്ല വർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വേറൊരു ക്യാരക്ടറിലേക്ക് ഒന്ന് മാറുമ്പോൾ, സോന നായരിൽ നിന്ന് വേറൊന്നിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അത് ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതൊക്കെ ഇഷ്ടമാണ്. അതിനകത്ത് ഇപ്പം 40 കഴിഞ്ഞിട്ടുള്ള ഒരു പ്രണയ സീക്വൻസിനോ അതൊക്കെ ഞാൻ പറഞ്ഞ എന്തും അത്തരം ചെയ്യാം, പക്ഷെ ഒന്നും ഈ ഒരു സഭ്യമല്ലാത്ത രീതിയിൽ പോകരുത് എന്നുള്ളത്. അത് അത് ചെയ്യുന്നവരുണ്ട്, അതിനകത്ത് ഞാൻ നോ പറയുന്നില്ല. അതൊക്കെ നമ്മൾ സപ്പോർട്ട്, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടൊക്കെയാണ്. പക്ഷേ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കംഫർട്ടബിൾ ആകുമ്പോഴല്ലേ നമുക്കത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കംഫർട്ടബിൾ അല്ല, ഒരു പക്ഷേ പണ്ടും ആയിരുന്നില്ല, എന്നും അല്ല. അതുകൊണ്ട് അത്തരം ഇതൊന്നുമല്ല. പക്ഷെ പ്രണയത്തിനൊന്നും അത്തരം സാധ്യതകളില്ലല്ലോ.